31 ദിവസത്തെ രാമായണ പാരായണത്തിന് ശേഷം കർക്കിടകം മാസത്തിന് വിട നൽകി സമ്പൽ സമൃദ്ധിയെ വിളിച്ചുണർത്തുന്ന പുതുവത്സരത്തിലെ പൊന്നിൻ ചിങ്ങമാസത്തെ മലയാളികൾക്കായി വരവേറ്റിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ. ശ്രീരാമസ്വാമിയുടെ കർക്കിടകത്തിൽ നിന്നും ശ്രീകൃഷ്ണന്റെയും വാമനന്റെയും ചിങ്ങമാസത്തെ സ്വാഗതമരുളാൻ പതിനായിരങ്ങൾക്ക് ഓണസദ്യ ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ. ഇത് ആദ്യമായൊന്നുമല്ല ഇവിടെ ഇത്തരത്തിൽ ഓണസദ്യകൾ നടത്തുന്നത്. കർക്കിടകത്തിലെ 31 ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ ഭക്തർക്കായി അന്നദാനം ഉണ്ടായിരുന്നു. തിരുവില്ലാമലയിലെ ബ്രദേഴ്സ് എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയാണ് 101 പറ അരിയുടെ ഈ ഓണസദ്യ ക്ഷേത്രത്തിൽ ഭക്തർക്കായി ഒരുക്കിയത്. ഇത് 13ാം തവണയാണ് ഈ കൊച്ചു കൂട്ടായ്മ ക്ഷേത്രത്തിൽ ഓണസദ്യ സംഘടിപ്പിക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഈ ഓണസദ്യയ്ക്കായി വർഷങ്ങളായി ഇവിടെ എത്താറുണ്ട്. ഇത്തവണയും ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിലെ ഉച്ചശീവേലിക്ക് ശേഷമാണ് ഓണസദ്യ ആരംഭിച്ചത്. ഊട്ടുപുരയിൽ ഭഗവാന് മുന്നിൽ വിളക്ക് വച്ച് ഇലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പിയതിനു ശേഷമാണ് ഭക്തർക്കായി സദ്യ നൽകി തുടങ്ങിയത്. നാരങ്ങയും പുളിയിഞ്ചിയും ശർക്കര ഉപ്പേരിയും വറവും തോരനും പപ്പടവും സാമ്പാറും മോരും പാലടയും എല്ലാം അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു ഭഗവാനും ഭക്തർക്കുമായി വിളമ്പിയത്. സദ്യ തയ്യാറാക്കുന്നതിനായുള്ള പാത്രങ്ങളെല്ലാം തൃശ്ശൂരിൽ നിന്നാണ് ഇവിടേക്ക് എത്തിച്ചത്. 3500ഓളം പ്ലേറ്റുകളും ഇതിനായി ഒരുക്കിയിരുന്നു. എല്ലാ ചിങ്ങമാസത്തിലെയും 1-ാം തീയതി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ഓണസദ്യ ഇതുതന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശ്രീരാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.